നമസ്കാരം. ഔദ്യോഗിക ജീവിതവും കുടുംബജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആധുനികരായ സ്ത്രീകൾക്കൊക്കെ മനസ്സിലിടയ്ക്കൊക്കെ ഒരു ചിന്ത കടന്നു വരാറുണ്ട്. തൻ്റെ ചില ജോലികളിലെങ്കിലും വേണ്ടത്ര ആത്മാർത്ഥത പുലർത്താൻ സാധിക്കാതെ പോകുന്നുണ്ടോ എന്ന്. അങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെയും ഇടയ്ക്കെപ്പോഴോ കടന്നുപോയ അവസരത്തിലാണ് ഈ ഒരു പുസ്തകം കയ്യിലെത്തിയത്. ഇന്ദിരാ നൂയിയുടെ ആത്മകഥ മൈ ലൈഫ് ഇൻ ഫുൾ. ഇന്ദിരാ നൂയി ആരാണെന്നല്ലേ? പെപ്സിക്കോയുടെ സിഇഒയും ചെയർപേഴ്സണുമായ ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ തന്നെ അഭിമാനമായ വനിത. അതിനകത്ത് ഇന്ദിരാ നൂയി പറഞ്ഞു തരുന്നുണ്ട്, വിമൻ കനോട്ട് ഹാവ് ഇറ്റ് ഓൾ. സ്ത്രീകൾക്കെല്ലാം പെർഫെക്റ്റായി ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? പ്രയോറിറ്റൈസ് ചെയ്യുക, മുൻഗണനകൾ കൊടുക്കുക, അതോടൊപ്പം കോപ്പിംഗ് മെക്കാനിസം കണ്ടുപിടിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള തന്ത്രങ്ങൾ കണ്ടുപിടിക്കുക. അതൊരു വിജയമന്ത്രം തന്നെയായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ അവർ പറയുന്ന ഒരു അനുഭവം നമ്മളെയൊക്കെ അഭിമാനം കൊള്ളിക്കും. അതായത് വാഷിങ്ടൺ DC-യിൽ വെച്ച് നടക്കുന്ന ബിസിനസ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഒരു സമ്മേളനം. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ബിസിനസ് ടൈക്കൂൺസ് ഉണ്ട്. ആ കോൺഫറൻസ് ഹാളിലേക്ക് കടന്നു വരുന്നത് ഇരു രാജ്യങ്ങളുടെയും തലവന്മാരാണ്. അമേരിക്കയിൽ നിന്ന് ബറാക് ഒബാമ, ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്. ബറാക് ഒബാമ തൻ്റെ രാജ്യത്തെ ബിസിനസ്സുകാരെയൊക്കെ മൻമോഹൻ സിംഗിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇന്ദിരാ നൂയിയുടെ അടുത്തെത്തിയപ്പോൾ പറയുന്നു, ഇതാണ് ഇന്ദിരാ നൂയി, പെപ്സിയുടെ സിഇഒയും ചെയർപേഴ്സണുമാണ്. അത് കേട്ട ഉടനെ ആവേശത്തോടെ നമ്മുടെ മൻമോഹൻ സിംഗ് പറഞ്ഞത്രേ, ഇവൾ ഞങ്ങളുടേതാണല്ലോ. ഒരു നിമിഷം പോലും പാഴാക്കാതെ നിറഞ്ഞ ചിരിയോടെ ബറാക് ഒബാമ മറുപടി പറഞ്ഞു, അവൾ ഞങ്ങളുടേതുമാണല്ലോ. രണ്ട് രാഷ്ട്രത്തലവന്മാർ അഭിമാനത്തോടെ തന്നെ അവകാശപ്പെടുത്തുന്ന ആ നിമിഷം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും താൻ മറക്കില്ല എന്ന് ഈ പുസ്തകത്തിൽ ഇന്ദിരാ നൂയി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും സ്ത്രീകൾ എങ്ങനെ മുന്നേറണം, എങ്ങനെ ഔദ്യോഗിക ജീവിതവും കുടുംബജീവിതവും സമന്വയിപ്പിച്ച് കൊണ്ടുപോകണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഒരിക്കൽ അവർ പറയുന്നു, പെപ്സിയുടെ തലപ്പത്തെത്തി എന്നുള്ള പ്രൊമോഷൻ വിവരം, സ്വപ്നതുല്യമായ ആ ഒരു പ്രൊമോഷൻ വിവരം വീട്ടിൽ ചെന്നയുടനെ അമ്മയോട് പറയാൻ വേണ്ടി ഓടിയെത്തുകയാണ് ഇന്ദിരാ നൂയി. അന്ന് അമേരിക്കയിലെ വീട്ടിലുണ്ട് അമ്മ അവരെ കൊണ്ട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ അനുവദിക്കാതെ ഉടനെ തന്നെ പറഞ്ഞത്രേ, നിൽക്ക്, വീട്ടിൽ പാല് തീർന്നു, നീ പോയി പാല് വാങ്ങിക്കൊണ്ടുപോവാ. അങ്ങനെ ആവേശം അടക്കിപ്പിടിച്ച് ഇന്ദിര പോയി പാല് വാങ്ങിക്കൊണ്ട് വന്ന് തിരികെ വന്നതിന് ശേഷം അമ്മയോട് ഈ വിവരം പറയുമ്പോൾ അമ്മ പറയുന്നു, നീ സിഇഒയോ ചെയർപേഴ്സണോ ഒക്കെ ആയിരിക്കാം, പക്ഷേ ആ കിരീടങ്ങളൊക്കെ ഊരി പുറത്ത് വച്ചതിന് ശേഷമാണ് ഈ വീട്ടിനകത്തേക്ക് കയറേണ്ടത്. ഇവിടെ നീ ഒരു അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, കുടുംബിനിയാണ്. ആ റോളുകൾക്കാണ് ഇവിടെ പ്രാധാന്യം. എത്ര നല്ലൊരു ഉപദേശമാണ്. തൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ദിരാ നൂയി പറയുന്നുണ്ട്, അമ്മയുടെ ഒരു കാൽ എപ്പോഴും ബ്രേക്കിലും മറുകാൽ ആക്സലറേറ്ററിലുമാണത്രേ. എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾ പഠിക്കണം, ഉയരണം, അങ്ങ് വളർന്ന് ആകാശത്തോളം എത്തണം. പക്ഷേ കുടുംബ മൂല്യങ്ങൾക്ക് ദൃഢതയുണ്ടാവണം അവരുടെ ജീവിതത്തിൽ. അവർ അടിസ്ഥാന മൂല്യങ്ങളൊന്നും വിട്ടുകളയാൻ ആ അമ്മ സമ്മതിക്കുമായിരുന്നില്ല. ഇതല്ലേ നമ്മുടെ തലമുറയ്ക്കും മാതൃകയാവേണ്ടത്. വർക്ക് ലൈഫ് ബാലൻസ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഒന്നിൽ കോംപ്രമൈസ് ചെയ്യാൻ ഒരുങ്ങുന്ന നമ്മുടെ കുട്ടികളെല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയാണ് മൈ ലൈഫ് ഇൻ ഫുൾ. ഇന്ദിരാ നൂയി നമ്മളോട് പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ ഏത് രംഗത്തുമുണ്ട്, കഠിനാധ്വാനം ചെയ്യണം, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാം മാർഗം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അവർ പറയുന്നു, നമ്മൾ ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അവ ഒരിക്കലും വിട്ടുകളയരുത്. അങ്ങനെ വിട്ടുകളഞ്ഞാൽ പിന്നീട് ജീവിതാന്ത്യത്തോളം അവ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വിജയമന്ത്രം തന്നെയാണ് ഈ പുസ്തകം. നമ്മുടെ കുട്ടികളെല്ലാവരും ഇത് വായിച്ചിരിക്കണം, പെൺകുട്ടികളും സ്ത്രീകളുമെല്ലാം. അതോടൊപ്പം ഒരു കോർപ്പറേറ്റ് ലാഡറിൻ്റെ അങ്ങേ അറ്റത്തെത്താൻ വേണ്ടി സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നറിയാത്ത പുരുഷന്മാരും ഇത് നിർബന്ധമായും വായിച്ചിരിക്കണം. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇന്ദിരാ നൂയിയെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ അതിൽ അല്പം പോലും അതിശയോക്തിയില്ല. കാരണം സ്വപ്നതുല്യമായ ആരും കൊതിക്കുന്നൊരു ജീവിതമാണ് അവർ ഈ ആത്മകഥയിലൂടെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നത്. സത്യസന്ധമായി, മനോഹരമായി.